Continue. In 1915, he called upon Dalit women to cast off their stone ornaments and wear blouses instead. This was one of the major anti-caste protests in Kerala, which, though initially met with violence, later turned successful. In 1912, he was nominated to be a member of Sri Moolam Praja Sabha, making him the first Dalit person to be made part of a legislative assembly. അപ്പോൾ അയ്യങ്കാളി എന്താ ചെയ്തത്? ദളിതരായ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ വലിച്ചെറിയണം, കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളൊന്നും നിങ്ങൾ ധരിക്കണ്ട. അതുപോലെ തന്നെ ബ്ലൗസ് ധരിക്കാനും ആഹ്വാനം ചെയ്തു. സ്ത്രീകൾക്ക് ശരീരം മറയ്ക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ലായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ അതൊക്കെ അയ്യങ്കാളി അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും ആഹ്വാനം ചെയ്തു, അവരെ പ്രേരിപ്പിച്ചു. പിന്നെ കേരളത്തിലെ വലിയ ജാതിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു ഇത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഒരു ക്രാഷ് ഉണ്ടാവാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ പല ആക്രമണങ്ങളും ഉണ്ടായി, പക്ഷെ അവസാനം ആ പ്രക്ഷോഭം വിജയിച്ചു. 1912 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ ഒരംഗമായി നാമനിർദ്ദേശം നടത്തി. നിയമനിർമ്മാണ സഭയിൽ ആദ്യത്തെ ദളിത് അംഗമായിരുന്നു അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയുടെ നിരന്തരമായ പോരാട്ടം കൊണ്ട് സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അനുവാദം വാങ്ങിച്ചു കൊടുക്കുക, സ്ത്രീകൾ കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിരുന്നു, അത് നിർത്തലാക്കുക, അങ്ങനെയെല്ലാം ചെയ്ത് അവസാനം അയ്യങ്കാളിയെ എന്തായി നിയമനിർമ്മാണ സഭയിൽ ഒരു അംഗമായിട്ട് തീരുമാനിച്ചു. ദീർഘനാൾ ഇതിലെ അംഗമായിരുന്ന അദ്ദേഹം ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. അങ്ങനെയാണ് ഈ പാഠഭാഗം എം നിസാർ, മീനാക്ഷി കണ്ടസ്വാമി എന്നിവർ ചേർന്ന് എഴുതിയ അയ്യങ്കാളി എ ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്നത് എടുത്തതാണ്. SJPSൻ്റെ സ്ഥാപനമാണ് ഇതിൽ വിവരിക്കുന്നത്. SJPS ഞാൻ പറഞ്ഞല്ലോ, എന്തായിരുന്നു SJPS? സാധു ജന പരിപാലന സംഘം. നമ്മൾക്ക് ലെസണിലേക്ക് കിടക്കാം. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ സാധു ജന പരിപാലന സംഘം എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാരുടെ, താഴ്ന്ന ആൾക്കാരുടെ, സമൂഹത്തിൽ ഉള്ള ദളിതരുടെ അവരെയൊക്കെ എങ്ങനെയാണ് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടാക്കിയ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഘം. After his initial struggle for civil rights that saw him forcefully entering public places with the people of his caste, Ayyangkali tried to widen his sphere of activity. During this period, a public sphere was being formed in Kerala that was dominated by the middle class of various castes. Only the English-knowing, educated people could enter into the domain of the public sphere. എപ്പോഴും പബ്ലിക്കായിട്ടുള്ള പ്ലേസുകളിൽ കൂടുതലും അനുവാദം കൊടുത്തിരുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. അപ്പോൾ അയ്യങ്കാളിയുടെ ആദ്യകാല പരിശ്രമങ്ങൾ കീഴ്ജാതിക്കാരുടെ പൗരാവകാശ ബോധം അത് നേടിയെടുക്കണമെന്നായിരുന്നു. അതിനായിട്ട് അദ്ദേഹം എന്തായി, സ്വജാതിയിലുള്ള മറ്റുള്ളവരെയും കൂട്ടി പൊതു ഇടങ്ങളിൽ പ്രവേശിക്കുന്നതായിട്ടാണ് കാണാം. പൊതു ഇടങ്ങൾ പഴയ കാലത്ത് പൊതു ഇടങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം അനുവദനീയമല്ലായിരുന്നു, എന്നുവെച്ചാൽ അവരെ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അയ്യങ്കാളി എന്തായിരുന്നു, അതിനെതിരായിട്ട് തന്നെ കൂടെയുള്ള താഴ്ന്ന ജാതിക്കാരെല്ലാം കൂട്ടി പൊതു ഇടങ്ങളിലെല്ലാം വരുമായിരുന്നു. പിന്നീട് അയ്യങ്കാളി തൻ്റെ കർമ്മമേഖല കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഇതിനിടയിൽ അദ്ദേഹം വിവിധ ജാതിക്കാരിലെ മധ്യവർഗത്തെ കൂട്ടുപിടിച്ച് ഒരു പൊതു ഇടം ഉണ്ടാക്കി. ഈ പൊതു ഇടങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് അറിയാവുന്ന വിദ്യാഭ്യാസമുള്ളവർക്കായിരുന്നു. ദളിതർക്ക് ഉൽപാദന രീതികളുടെ വിവിധ വശങ്ങളിൽ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അത്രയും പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് പൊതു ഇടത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അയ്യങ്കാളി ദളിത് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത്. അപ്പം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യമാണെന്ന് അയ്യങ്കാളിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പൊതുവിടങ്ങളിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ, ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു വന്നിരുന്നത്, മിഡിൽ കാസ്റ്റായിട്ടുള്ള ആൾക്കാർ. പക്ഷേ ഈ താഴ്ന്ന ജാതിക്കാർക്ക് എന്താ, അവർക്ക് കൃഷിപ്പണി മാത്രമേ അറിയാവുള്ളൂ, കൃഷി ചെയ്യുക അത് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അയ്യങ്കാളി എന്തായി, ഇവരൊക്കെ വിദ്യാഭ്യാസം വേണം, ഈ വിദ്യാഭ്യാസത്തിന് ഒരു ഊന്നൽ നൽകിക്കൊണ്ട് ശ്രമിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ട് തുടങ്ങി. അപ്പം പൊതു ഇടങ്ങളിൽ താഴ്ന്ന ജാതിക്കാരെ കൊണ്ടുവരിക, അതുപോലെ പൊതു ഇടങ്ങളിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരും വിദ്യാഭ്യാസമുള്ളവരുമാണ് കൂടുതലായി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ദളിതരെയും അവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അയ്യങ്കാളി ശ്രമിച്ചു. Because education was a powerful resource, it was denied to the Adiyalar slave caste of Kerala. അപ്പം
താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ഡിനൈ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് അനുവാദമില്ലായിരുന്നു. ദർ വാസ് ആൻ അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ സോഴ്സ് ഓഫ് നോളജ് ഇൻ കേരള സൊസൈറ്റി. ദ അപ്പർ കാസ്റ്റ് ആൻഡ് ഇൻ്റർമീഡിയറി കാസ്റ്റ്. അപ്പർ കാസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന ജാതിക്കാരും പിന്നെ അതിലും കുറച്ച് താഴ്ന്ന ജാതിക്കാരും മെയിൻറ്റെയിൻ ദിസ് റിയാക്ഷണറി പ്രാക്ടീസ്. Therefore, those who control such powerful cultural resources became more conscious of the need to guard it from outside intervention. The middle class of Kerala utilized all the opportunities of colonial modernity and at the same time deprived the Dalits of all human rights. ഇവർ ഈ ഒരു ജാതി അനുസരിച്ചിട്ട് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ശക്തമായൊരു സ്രോതസ്സാണ്. അപ്പോൾ കേരളത്തിലെ അടിയാളന്മാർക്ക് അത് നിരസിക്കപ്പെട്ടിരുന്നു. മേൽജാതിക്കാരും ഇടയ്ക്കുള്ള കാസ്റ്റുകാരും അവരെന്തായിരുന്നു, ഇവരെല്ലാം അപലപിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഇവരെല്ലാം തഴയുന്ന രീതി, അല്ലെ ഇവരെയൊക്കെ മാറ്റി നിർത്തുന്ന രീതി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ യൂറോപ്യൻസ് കൊണ്ടുവന്ന ആധുനികതമായ മേൽജാതിക്കാരും മധ്യവർഗക്കാരും അവരെല്ലാം നേട്ടം ഉണ്ടാക്കി. കാരണം ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ നേട്ടം കൂടുതലുണ്ടാക്കിയിരുന്നത് ഇടയ്ക്കുള്ള ജാതിക്കാരും അതുപോലെ തന്നെ മേൽജാതിക്കാരുമാണ്. ദളിതർക്ക് അതിൻ്റെ ഒന്നും ഒരു ബെനിഫിറ്റും കിട്ടില്ല, അതിൻ്റെ ഒന്നും ഒരു ഉപകാരവും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ദളിതർക്ക് വിദ്യാഭ്യാസ അവസരങ്ങളും മൗലിക അവകാശങ്ങളും ലഭ്യമല്ലാതിരുന്നുള്ള കാര്യം അയ്യങ്കാളി മനസ്സിലാക്കുന്നു. അയ്യങ്കാളിയുടെ അശ്രാന്ത പരിശ്രമങ്ങൾ ജനങ്ങളുടെ ഈ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തി. പൊതു ഇടത്തിൽ പ്രവേശിക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നറിയായിരുന്നല്ലോ. എല്ലാ നല്ല കാര്യങ്ങളുടെയും ഉറവിടമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെയാണ് എല്ലാവരും അന്ന് നോക്കിക്കണ്ടത്. അപ്പോൾ എവിടെയാണെങ്കിലും എല്ലാം ഒരുമിച്ച് വന്ന് പൊതുവിടങ്ങളിൽ വന്ന് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കെയിം ടു ബി ലുക്ക്ഡ് അപ്പോൺ ആസ് ദ repertoire of cultural resources. Though the colonial modernity created a liberal space that fostered reformist ideas, the Dalits had no place. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദളിതർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു പെർമിഷനും അനുവാദം കൊടുത്തിരുന്നില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് എന്തായി, പൊതുയിടങ്ങളിൽ ഇവരെല്ലാം അയ്യങ്കാളി കൊണ്ടുവന്നെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ട് അവരെ തഴഞ്ഞിരുന്നു, അല്ലെ അവരെ മാറ്റി നിർത്തിയിരുന്നു. Thus the സാധുജന പരിപാലന സംഘം was formed under Ayyangali's leadership in 1907. The organization was not meant for any single caste, but it unified all the depressed servile people, സാധുജനം. അപ്പം അയ്യങ്കാളി ഇതെല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവട്ടെ, അതിനു വേണ്ടിയിട്ട് ഒരു സംഘം ഉണ്ടാക്കി. അതാണ് സാധുജന പരിപാലന സംഘം. അവിടെ ഏറ്റവും താഴ്ന്ന ജാതിക്കാർ മാത്രമല്ല, ഒരു ജാതിക്കാർ മാത്രമല്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന, ഇങ്ങനെ തഴയപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന എല്ലാ ജാതിക്കാരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സാധുജനം എന്നുദ്ദേശിക്കുന്നത്. Thus, Ayyangali was successful in creating a platform for the Dalits for the first time. Christian missionary groups and Brahmanic Hindu reformist organizations were vigorous in their attempts to accommodate Dalits in their respective religions, but Ayyangali was not interested in being a part of any religious sect. അയ്യങ്കാളി വേറെ ഒരു പ്രത്യേക സമൂഹത്തിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അദ്ദേഹം എന്തായി, ഒരു മിഷണറി ഗ്രൂപ്പിൻ്റെ കൂടെയോ ബ്രാഹ്മണരുടെ കൂടെയോ ഒന്നുമല്ലാതെ അവരൊക്കെ ഇവരെ ആകർഷിക്കാൻ ശ്രമിപ്പിച്ചു. ഇപ്പം ക്രിസ്ത്യൻ മിഷണറിക്കാർ ഈ ജാതി മാറ്റിയെടുക്കാൻ അങ്ങനെയൊക്കെയുള്ള ഓരോ ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ അയ്യങ്കാളി അതൊന്നും സമ്മതിക്കാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിനോടും ഒരു താല്പര്യമൊന്നും കാണിക്കാതെ അവർ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുമായിരുന്നു. He was more concerned about the economic development of the Dalits rather than any kind of spiritual upliftment. ഇവിടെ ജാതി മതം അതൊന്നും അല്ല, അല്ലെങ്കിൽ ഒരു വിശ്വാസം അതല്ല. ഇവിടെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ജാതി എന്താവട്ടെ അതല്ല പ്രശ്നം. ഇവിടെ സാമ്പത്തികമായിട്ട് ദളിതർ എങ്ങനെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവരെ എങ്ങനെ ഉയർത്താം എന്നാണ് അയ്യങ്കാളി തീരുമാനിച്ചത്. ദോ Thaikattu Ayyavu Swami's teachings influenced Ayyangali, he didn't engage fully in the spiritual realm.
Instead, he made use of the Swami's teaching in his struggle against ഇൻഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഇവിടെ സാമൂഹികമായിട്ടുള്ള തഴയൽ, സാമൂഹികമായിട്ടുള്ള മാറ്റി നിർത്തൽ, അല്ലെങ്കിൽ ഇൻഇക്വാളിറ്റി, സമത്വമില്ലായ്മ, അതിനൊക്കെ എതിരായിട്ടാണ് അയ്യങ്കാളി പോരാടാനായിട്ട് തയ്യാറായത്. Likewise, he understood that neither Christianity nor the Brahmanishta Sabha was enough to solve the crux of the Dalit problem. ഇതിൽ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ബ്രാഹ്മണരോ അവർക്ക് ആർക്കും ഈ ദളിതരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെ പരിഹരിക്കാൻ പറ്റില്ല. Therefore, he himself took the initiative to resolve their problems and establish their rights. അതുകൊണ്ട് ഇവരുടെ ഒരു ഇതിലും പെടാതെ അയ്യങ്കാളി സ്വയം തന്നെ തീരുമാനിച്ചു അതിനുള്ള സൊല്യൂഷൻ, പ്രോബ്ലത്തിൻ്റെ എല്ലാ സൊല്യൂഷൻ എന്താണ്, ഈ പ്രശ്നങ്ങളുടെ എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യേണ്ടത്, അതൊക്കെ അയ്യങ്കാളി സ്വയം തീരുമാനിച്ചെടുത്തു. Above all, the SJPS brought solidarity among the depressed caste and unified them under the title of സാധുജനം. സാധുജനത്തിൽ ഉൾപ്പെടുന്നത് സമൂഹത്തിൽ തഴയപ്പെട്ട ആൾക്കാർ, സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരെല്ലാം ഒന്നിച്ചിട്ട് കൊണ്ടുവരികയാണ് അയ്യങ്കാളി ചെയ്തത്. The SJPS and its activities can be considered the genesis of the emergence of modern Dalit consciousness in Kerala. Both Sadananda Swami and Srinarayana Guru indirectly influenced അയ്യങ്കാളി to form the SJPS. അവർ ഡയറക്റ്റായിട്ട് അവർ നേരിട്ട് വന്ന് ഇടപെട്ടിട്ടില്ലെങ്കിലും പുറകിൽ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. This organization was formed only after the establishment of the Srinarayana Dharma Parivalana Sangham, SNDP Sangham. The similarities in their names, policies and programs show that the SJPS might have been inspired by the SNDP. അവർ തമ്മിൽ കുറച്ചൊരു ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് പറയാം. അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1907 SJPS സ്ഥാപിതമായി. അതൊരു പ്രത്യേക ജാതിക്ക് വേണ്ടിയായിരുന്നില്ല, എല്ലാ സാധുജനങ്ങൾക്ക് വേണ്ടി, എല്ലാ പാവപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയിട്ടായിരുന്നു SJPS തുടങ്ങി. SJPS എന്ന് പറഞ്ഞല്ലോ സാധുജന പരിപാലന സംഘം. നമ്മൾ ക്ലാസ് തുടങ്ങാം, കണ്ടിന്യൂ ചെയ്യാം.